ഹായ് ഓൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ദം പൊറോട്ട, നമ്മൾ മലയാളികൾക്ക് എന്ന് പറയുന്ന പൊറോട്ടയും ബീഫുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ആ ഒരു പൊറോട്ടയും ബീഫ് കറിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് മൺചട്ടിയിൽ ദം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ദം പൊറോട്ട ചെയ്യാനായിട്ട് നമുക്കൊന്ന് കറി വെച്ചെടുക്കണം ബീഫിൻ്റെത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചൊന്ന് മസാലയൊന്ന് ആദ്യം വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്തെടുക്കുക, അതായത് പെരിഞ്ജീരകം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട, നമുക്കൊന്ന് പൊടിക്കാൻ പാകത്തിന് ആ മല്ലിയുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഒരു മല്ലിയോ പൊടികൾക്കൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വറുത്തെടുക്കുക, അല്ലാതെ എല്ലാം കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ മസാലയ്ക്ക് ഒരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ദം പൊറോട്ടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറി വെക്കാം, പക്ഷെ ടൈറ്റായിട്ട് വെക്കണമെന്നേ ഉള്ളൂ. അത് മസാലയായിട്ടും വെക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ ഒരു രീതി ഞാൻ പറയുന്ന രീതിയിൽ തന്നെ വെക്കണമെന്നില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെയിം കറി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലും വെക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വറുത്തെടുക്കുക. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മല്ലിയും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കറി വെക്കാനായിട്ട് 1 കിലോ ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഫിൽ ആദ്യം തന്നെ കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടികൾ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു 1 കിലോ ബീഫിൻ്റെ കണക്കിനാണ് പൊടികൾ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കറിക്ക്. നമുക്ക് ബീഫിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഞാനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവാളയും തക്കാളിയും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പുണ്ടാവും, കറിക്ക് കൂടുതൽ തിക്നെസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു വലിയ ബോൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ 5-6 പച്ചമുളക്, ഒരു മീഡിയം പീസ് ഇഞ്ചി, ഇത് 3 ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എത്ര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താൻ കഴിയുമോ അത്രയോ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ, അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സവാളയോ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എന്നാലും ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല നമുക്ക് ദം പൊറോട്ടയ്ക്ക് ആവശ്യം, കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഥവാ ഇനി നമുക്ക് കറി റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ വാങ്ങിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിൽ മാറ്റമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇപ്പോൾ 5 വിസിലടിച്ചതിന് ശേഷം ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ അടുപ്പ് തുറന്ന് നോക്കിയിട്ട് കണ്ടില്ലേ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കറിയൊന്നും ഇതിലില്ല, ഗ്രേവി കൂടുതലായിട്ടൊന്നും ഇല്ല. ഈ ഒരു തിക്നെസ് മതി, കാരണം ദം ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു കറിയും വേണം, എന്നാലോട്ട് ഓവർ ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിനുള്ള ലൂസാണുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകൂടി ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി വീണ്ടും തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ദം ചെയ്യുന്ന സമയത്തുള്ള കറിക്കൊക്കെ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയോ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടില്ല അതുപോലെ തന്നെ എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ, തിക്നെസ് കൂടിയിട്ട് വരും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, എങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വരെയുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഴയിലൊന്നും കരിയാതെ നന്നായിട്ട് ദമ്മായി കിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പീസ് വാഴയില കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. വാഴയില വാട്ടിയിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട, കാരണം ദം ചെയ്യുന്ന സമയത്ത് എന്തായാലും വാടിയിട്ടൊക്കെ കിട്ടുമല്ലോ, സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഇലയുടെ മുകളിലായിട്ട് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ട ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, ഞാൻ റെഡിയാക്കിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് 1-2 എങ്ങനെയാണോ ആവശ്യം ലെയറായിട്ട് വെക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 പൊറോട്ട ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അടിഭാഗത്തായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കറി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കറിയൊന്നും ഒഴിച്ച് കൊടുക്കുന്നതിന് ഒരു അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്ര കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇപ്പം ഞാൻ കറി കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയല്ലേ ഉള്ളത്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ, കുറച്ച് കറി ഗ്രേവി ഉണ്ടാവണം എന്നാൽ കുറച്ച് കട്ടി ഉണ്ടാവണം, ആ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കണം. പിസ്ത എന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണിക്കൊക്കെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ആ ഒരു മെത്തേഡിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഫ്രൈയിങ് മെത്തേഡൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, വെറുതെ എന്തിനാണ് വീഡിയോ ലെങ്തി ആക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓൾറെഡി അറിയുന്നൊരു കാര്യമല്ലോ പിസ്തയൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തിട്ട് ദം ചെയ്ത് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാളയും കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ദം ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഇങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ പൊറോട്ട സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ കറി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള പോലെ തന്നെ പിസ്ത ചേർത്ത് കൊടുക്കുക, കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മല്ലിയിലയാണോ അല്ലെങ്കിൽ പിസ്ത എന്താണോ അത് സ്കിപ്പ് ചെയ്യാൻ താല്പര്യം അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇടവിട്ടിട്ടൊക്കെ ഒന്ന് കോഴിമുട്ട പുഴുങ്ങിയതും വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ദം ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ ഇപ്പോൾ സാധാ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാടമുട്ടയില്ല ചെറുതായിട്ടുള്ള അതും വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെച്ച് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വീണ്ടും സവാള വീണ്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എത്രയാണോ പൊറോട്ട ദം ആ ഒരു ചട്ടിക്കൊക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് എങ്ങനെ ലെയർ ചെയ്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. ഞാൻ ലാസ്റ്റ് പൊറോട്ട ഇതുപോലെ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് വാഴയില വെച്ചിട്ട് പൊറോട്ടയെല്ലാം ഒന്ന് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ വാഴയിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. സൈഡിൽ നിന്നൊക്കെ പിടിച്ചിട്ട് വാഴനാരോ അല്ലെങ്കിൽ ചെറിയൊരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കിങ്ങനെ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച് തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായിട്ട് അവിടെ കവർ ചെയ്യാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഷൊമ്മൂനെ കൊണ്ട് ഇത് പിടിപ്പിക്കുകയാണ്, എങ്കിലേ ഇത് കെട്ടിക്കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഇലയൊന്നും വാട്ടിയിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഇല എന്തായാലും ഇളകിപ്പോകും. അതുകൊണ്ട് ഞാൻ ഷൊമ്മൂനെ വിളിച്ചിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം.
അപ്പോൾ ഷുമ്മു എനിക്ക് ഇതുപോലെ പിടിച്ചിരുന്നുണ്ട്. ഞാൻ വാഴനാര എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് തുണി എടുത്തിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. എങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10-20 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇത് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 20 മിനിറ്റിൻ്റെ അടുത്തായിട്ട് 1/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയൊക്കെ കണ്ടില്ല, ചെറുതായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി, ഈ അടപ്പിൻ്റെ ഉള്ളിൽ കൂടി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇലയുടെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇലയൊക്കെ നീക്കിയിട്ട് അടപ്പ് തുറന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ തൊട്ട് കാണിക്കുന്നില്ല. നല്ല ചൂടാണ് കേട്ടോ, തൊടാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു കിഴിപ്പൊറോട്ടൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് കിഴി കെട്ടിയിട്ട് ഇതുപോലെ ദം ചെയ്തിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെ അവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യവും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.